ഹേ ഗായ്സ്, അപ്പോൾ ഞാൻ വീണ്ടും വന്നു. അപ്പോൾ പിന്നെ കുറച്ച് സെറ്റപ്പൊക്കെ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് പരിപാടിയിലായിരുന്നു. വീട് പണിയായിരുന്നു, അത് തന്നെ വീഡിയോ ഒന്ന് തുടങ്ങി. പിന്നെ ഇന്ന് വന്നേക്കുന്നത് എൻ്റെ ഒരു ഫേവറേറ്റ് അനിമയായിട്ടുള്ള ഡണ്ടഡാനെ പറ്റി സംസാരിക്കാനാണ്. ഡണ്ടഡാൻ, എൻ്റെ പേരിനായിട്ടില്ലേ ഡണ്ടഡാൻ, പേര് പോലെ തന്നെ ഡണ്ടഡാൻ സാധനമാണ്. ഇതിൻ്റെ സെക്കൻഡ് സീസൺ ഇപ്പോൾ ഈ അടുത്ത് എയർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൂ. കിടക്കാച്ചാണ് ഫസ്റ്റ് സീസൺ പോലെ തന്നെ സെക്കൻഡ് സീസൺ അടിപൊളി തന്നെയാണ്. ഈ അനിമയുടെ ജോണർ എന്താണെന്ന് ചോദിച്ചാൽ, ഈ അനിമയിൽ റൊമാൻസ് ഉണ്ട്, കോമഡി ഉണ്ട്, പിന്നെ സൂപ്പർ നാച്ചുറൽ ഉണ്ട്, ഏലിയൻസ് ഉണ്ട്. ഒരു മിക്സ് ചെയ്തിട്ടൊരു കളറുള്ള സാധനമാണ്. പക്ഷേ എൻ്റെ ആനിമേഷൻ ആയാലും സ്റ്റോറി ടെല്ലിംഗ് ആയാലും ക്യാരക്ടർ ഡെവലപ്മെൻ്റ് ആയാലും വെറും അടിപൊളിയാണ്. വെറും എന്ന് പറഞ്ഞാൽ വെറും അത് എന്തായാലും കാണാം. നിങ്ങൾ ഇപ്പം എന്താ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആനിമേസ് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഈ ആനിമ എന്തായാലും കാണണം. പിന്നെ ഇതിൽ സംഭവം എന്ന് വെച്ചാൽ, ആനിമ എന്ന് പറഞ്ഞ സംഭവത്തിലൊരു എന്താ പറയുക, എന്തൊരു മാജിക് പോലത്തെ സാധനമില്ലേ, ഇത് കൊള്ളാമെന്ന് തോന്നുന്ന സാധനം, ആ സാധനം ഇതിലുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു സംഭവം. ഈ ആനിമയുടെ പിന്നെ വേറൊരു പെട ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആനിമേഷനാണ്. അതിൻ്റെ ആനിമേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര കളർഫുള്ളാണ്. അത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഗ്രാഫിക്കൽ ഇൻറ്റൻസി എന്ന് പറയാൻ പറ്റില്ല, ഭയങ്കര കളർഫുള്ളാണ്. പക്ഷേ ആനിമ ആർട്ടിനോട് നീതി പുലർത്തുന്ന തരത്തിലുള്ള ഒരു ആനിമേഷനാണ്. പിന്നെ ഇതിലെ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ അടിപൊളിയാണ്. പിന്നെ ഇതിലൊരു പെട മ്യൂസിക്കിൻ്റെ ഐറ്റമൊക്കെ ഉണ്ട്, അതൊക്കെ നല്ല ഹിറ്റായിരുന്നു. പിന്നെ ഇതിൻ്റെ സീസൺ, ഞാനിത് കാണുന്നത് സീസൺ 1 നെറ്റ്ഫ്ലിക്സിലാണ്. സീസൺ 1 വന്നത്. സീസൺ 2 നെറ്റ്ഫ്ലിക്സിലുണ്ട്. സീസൺ 1 നെറ്റ്ഫ്ലിക്സിൽ വന്നിട്ട് ഞാൻ ഈ പേര് കണ്ടപ്പോൾ ഡാൻഡഡാ എന്ന് പറഞ്ഞപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, ഇതുപോലെ പണ്ടൊരു ആനിമ ഉണ്ടായിരുന്നു കേട്ടോ, ഡുറാറാറ എന്ന് പറഞ്ഞിട്ട്, അതും കുറച്ച് നല്ല ആനിമയാണ്. ഈ ഡാൻഡഡാന്ന് പറഞ്ഞ് പേര് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു എപ്പിസോഡ് ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാമെന്ന് വെച്ചാൽ, ഞാൻ വിചാരിച്ചു അത്രയ്ക്കൊന്നും ഉണ്ടാവില്ല എന്ന് വെച്ചിട്ട് ഒരു എപ്പിസോഡ് കണ്ടതാണ്. ഒരു എപ്പിസോഡിൽ അവർ എന്താ അടിപൊളിയായിട്ടാണ് എക്സിക്യൂട്ട് ചെയ്തേക്കുന്നത് അറിയാം. ഒരു എപ്പിസോഡ് കണ്ടാൽ നിങ്ങൾ ആനിമ മൊത്തം കാണും. എന്നിട്ട് ഇത് കണ്ടിട്ട് ഞാൻ നേരെ എൻ്റെ ഫ്ലാറ്റിൻ്റെ താഴെ പോയിട്ട് ചെറിയൊക്കെ ഉണ്ട്, അവൻ്റെ അടുത്ത്, എൻ്റെ ഫ്രണ്ടാണ്, അവൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞു, ഇതൊന്നും കണ്ടോക്ക്, ഒരു എപ്പിസോഡ് കണ്ടോക്കെന്ന് പറഞ്ഞു. അത് അതേ സെയിം ഡയലോഗാണ് അവൻ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇതെന്ത് ചെയ്തേക്കണം അടിപൊളിയാലോ എന്ന്. കാരണം 2025 വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്പണിംഗ് എപ്പിസോഡ് ഡാൻഡഡാൻ്റെ ആണ്. അതൊക്കെ നിങ്ങൾ നോക്കുക, കണ്ടിട്ട് വന്നിട്ട് പറയുക ഇതൊക്കെ ഉണ്ടോയെന്ന്. എനിക്ക് മാത്രമാണ് അങ്ങനെ തോന്നിയെന്ന് എനിക്കറിയില്ല. പിന്നെ ഇതിലെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ, സ്റ്റോറി അങ്ങനെ പറയാനായിട്ട് കുറച്ചുണ്ട്, പക്ഷെ കോമഡിയാണ് സത്യം പറഞ്ഞാൽ. മെയിൻ സ്റ്റോറി ആർക്കെന്ന് പറഞ്ഞൊരു കോമഡിയാണ്. അത് പറഞ്ഞാൽ ഭയങ്കര സ്പോയിലറോ, അത് നിങ്ങൾ കണ്ടിട്ട് തന്നെ പറയാം എന്തൊക്കെ മെയിൻ സ്റ്റോറി ആർക്കെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തോ അങ്ങനെ. അപ്പോൾ അതാണ് ഡാൻഡഡാനെ പറ്റിയുള്ള കാര്യങ്ങൾ. എല്ലാവരും ഇത് കാണുക, അടിപൊളിയാണ്. എനിക്ക് ഈ ക്യാരക്ടറിന് ഭയങ്കര ഇഷ്ടം. മോമോയസനാണ്, നല്ല ലുക്കുമാണ്. ഇവൻ നൈസാണ് കേട്ടോ, ഒക്കാറും രണ്ടാളും നൈസാണ്. അവർ ക്യാരക്ടർ കോമ്പിനേഷൻ, അവർ കണക്ഷൻസ് വരണതും, അവർ കോൺഫ്ലിക്ട്സും, പിന്നെ അവരെ അങ്ങനെ നൈസാണ്. അത് കണ്ടോക്കെ, അത് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. എന്തായാലും എല്ലാവരും ഇത് കാണുക, അത് കണ്ടിട്ട് വന്നിട്ട് കമൻറ്റ് ചെയ്യുക, എങ്ങനെയുണ്ടെന്ന് പറയുക. അത്രയുള്ള ഡാൻഡഡാനെ പറ്റിയിട്ട് നല്ലൊരു ആനിമയാണ്. അതൊരു ആനിമ റെക്കമെൻഡേഷൻ വീഡിയോ പോലെ ഞാൻ ചെയ്തത്. അപ്പോൾ ഇതുവരെയൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആനിമേഴ്സൊക്കെ കമൻറ്റ് ചെയ്യുക, അപ്പോൾ എനിക്കും കാണാം. അപ്പോൾ ഞാൻ കണ്ടിട്ട് ഇതുപോലെ എല്ലാവർക്കും കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പുകൾ പറഞ്ഞുതരാം.